മുട്ട വാങ്ങിക്കാനേ കടയിൽ വിട്ടു വന്നേ 10 9 പൊട്ടിച്ചിട്ടാണ് അന്ന് വീട്ടിൽ വന്നത്. ഒരു ദിവസേ പെട്ടെന്ന് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ കുഞ്ഞിപ്പ മേമയും കൂടെ വീട്ടിൽ വന്ന് ഉമ്മാക്കേ ഞങ്ങളെ മക്കള് 3 തീറ്റി പണ്ടാരങ്ങളുള്ളോണ്ടേ ബേക്കറി പാത്രം എപ്പോഴും കാലിയായിട്ടാവും ഇരിക്കുക. ഇവരെ കണ്ടതും ഉമ്മ പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഇനിയിപ്പോൾ എന്ത് കഴിക്കാൻ വെച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ടേ ബേക്കറി പാത്രത്തമ്മയ്ക്ക് ഒരു പ്രതീക്ഷയില്ലായിട്ടാണ് മൂപ്പറന്ന് കണ്ണോടിച്ചത്. എന്നത്തെയും പോലെ നമ്മളത് കാലിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുക. ഈ പോയിട്ട് 10 കോഴിമുട്ടയും ഒരു പാക്കറ്റ് ബ്രെഡും വാങ്ങിച്ചിട്ട് വേഗം വാങ്ങിന്ന് പറഞ്ഞു ഓനെ കടയ്ക്ക് വിട്ടു. ഇവനാണെങ്കിലോ ആളൊരു ക്രിക്കറ്റ് ഭ്രാന്തനാ. എന്ത് കയ്യിൽ കിട്ടിയാലേ അതായിട്ട് ബാറ്റ് ചെയ്യാനാണ് ഇവന്റെ മെയിൻ പരിപാടി. അങ്ങനെ എന്റെടാ ഇവ ഇത് വാങ്ങിച്ചിട്ട് തോട്ടത്തിൽ കൂടെ വരുമ്പോഴേ ബാറ്റ് ചെയ്യുന്ന പോലെ വീശി അടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അത് കണ്ടപ്പോഴേ എനിക്ക് അതിൽ എന്തോ ഒരു വശവശക്ക് തോന്നിയതാ. പക്ഷെ നമ്മൾ പറയാൻ പോയില്ല. മൂപ്പരെ ആകെ ബേജാറിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയാൻ പോലെ നമുക്ക് നല്ല ആട്ട് കിട്ടും. അതുകൊണ്ടേ വയലിരിക്കണമൊന്നും കേൾക്കണ്ടല്ലോ എന്ന് ചോദിച്ചില്ല നമ്മളൊന്നും പറയാൻ പോയില്ല. വാങ്ങിച്ച സാധനത്തിന്റെ കവറേ മൂപ്പരെ കയ്യിലാണ്ട് കൊണ്ടു കൊടുക്കുമ്പോഴേ അതിൽ നിറയെ വെള്ളം പോലെ ഉണ്ട്. അതേറ്റ് വാങ്ങിക്കുമ്പോഴേ മൂപ്പര് ചോദിക്കുന്നുണ്ട് ഇതെന്താടാ കവർ ഈ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയ. കവർ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴേ 9 എണ്ണം പൊട്ടി ഒരു മുട്ട മാത്രം ജീവനോടെ ഇരിക്കും. ഇതങ്ങോട്ട് കണ്ടതും മൂപ്പറ നിയന്ത്രണം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. ഉമ്മാന്റെ പൊന്നുമോൻ എന്തിനാണ്ടാ ഇതിന്റെ ജീവൻ മാത്രം ബാക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു മുട്ട എടുത്തിട്ട് ഓനെ അങ്ങോട്ട് എറിഞ്ഞു. അത് നേരെ പോയി വീണത് ഓന്റെ കഴുത്തിന്. അത് പൊട്ടിയിട്ട് മുഖത്തൊക്കെ ആകെ അങ്ങാ. പിന്നെ മുട്ട പണിയിട്ടിയത് എനിക്കാണ്. ഓനെ കടായി വിടാനുള്ള പേടിയുണ്ടേ. പിന്നെ നമ്മളെ വിട്ടിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചത്. അപ്പം നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.